ഹായ് ഫ്രണ്ട്സ്, SK വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചേന മെഴുക്ക് വരട്ടിയാണ്. മെഴുക്ക് വരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചേന നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേന എടുക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇത്രയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ആദ്യമായിട്ട് അത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇവ ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേന വേകാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേകണം. അല്പം കൂടെ വെള്ളമുണ്ട് അതിനകത്ത്. ഈ വെള്ളമെല്ലാം ചുവിന് പറ്റണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിപ്പോൾ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുകിടാം നമുക്കിനി. ഇപ്പോൾ കടുവൊക്കെ നന്നായി പൊട്ടി വന്ന് അതിലേക്ക് ഒരല്പം കറിവേപ്പില, 3 കഷ്ണം വറ്റൽ, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരല്പം പൊട്ടുകടല ഇതിനെ കടലപ്പരിപ്പ് പൊട്ടുകടല എന്നൊക്കെ പറയും. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമുക്ക്. ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചേന മെഴുക്ക് വരട്ടിയത് നന്നായിട്ട് എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേന മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചേന മെഴുക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചേന മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.